സർഗസംഗീതമാ സനാതന സത്യമാ അർക്കചന്ദ്ര താരാപദങ്ങളിൽ അനാദികാല പ്രവാഹമാ പൂവിലും പുല്ലിലും പൂഴിപ്പരപ്പിലും പാണിടും പരബ്രഹ്മ തേജസ്സേ വന്ദനം. സഹൃദയരെ, വെണ്ണൂർ സർഗശാല അവതരിപ്പിക്കുന്നു PT അരങ്ങിന്നരജൻ. തികവാർന്ന അഭിനയ ചാതുര്യം കൊണ്ടും ഘനഗാംഭീര്യമാർന്ന ശബ്ദ സവിശേഷത കൊണ്ടും മലയാള പ്രൊഫഷണൽ നാടകരംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നാടക പ്രതിഭയായിരുന്നു ശ്രീ PT തോമസ്. ഗംഗേ, 2:30 നേത്രാവതി എക്സ്പ്രസ്. ഇതാ നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ടിക്കറ്റ്. നിൽക്കൂ. നിന്റെ ഭാവിക്ക് വേണ്ടി നിന്റെ അച്ഛൻ്റെ കണ്ണീരും യാതനയും കണ്ട് ഞാനല്ലേ നീ അറിയാതെ ആ ചോരക്കുഞ്ഞിനെ നിന്നിൽ നിന്ന് പിരിച്ചത്. മരിക്കും വരെ ആ നന്ദി നിന്റെ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മരിക്കും വരെ ആ പാപം എൻ്റെ മനസ്സിലുമുണ്ടാകും. ജീവിതം അഭിനയമാക്കി മാറ്റുന്നവരുടെ ഇടയിൽ നാടകാഭിനയം ജീവിതചര്യയാക്കി മാറ്റുകയും വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ചമയങ്ങളില്ലാത്ത പച്ചമനുഷ്യനായിരിക്കുകയും ചെയ്ത മലയാള നാടക ലോകത്തെ ഏവരുടെയും പ്രിയപ്പെട്ട PT. തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത വെണ്ണൂർ എന്ന കൊച്ചുഗ്രാമത്തിൽ പള്ളിപ്പാടൻ തോമൻ അന്നം ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി 1953 ജനുവരി മാസം 21-ാം തീയതി തിരുവോണം നാളിൽ ശ്രീ PT തോമസ് ജനിച്ചു. പ്രൈമറി വിദ്യാഭ്യാസം കല്ലൂർ സെൻറ് ജോസഫ് സ്കൂളിലായിരുന്നു. അതിനുശേഷം തുടർ വിദ്യാഭ്യാസത്തിനായി വൈന്തില സെൻറ് മേരീസ് സ്കൂളിലേക്ക് ചേക്കേറി. കുട്ടിക്കാലം തൊട്ടേ കലാസാഹിത്യാദികളോട് അതീവ താല്പര്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അഭിനയകലയോട്. സ്കൂളിലെ പ്രതിമാസ ക്ലാസ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തോമസ് ഏറെ ഉത്സാഹം കാണിച്ചിരുന്നു. ഹൈസ്കൂൾ പഠനകാലത്ത് അമ്പഴക്കാട് ഫൊറോന പള്ളി അങ്കണത്തിൽ വച്ച് ആദ്യമായി പൊതുവേദിയിൽ തൻ്റെ അഭിനയ ചാതുര്യം പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിച്ചു. അന്ന് അമ്പഴക്കാട് പള്ളിയിലെ ജോൺ കവലക്കാട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ബൈബിൾ അധിഷ്ഠിത നാടകമായിരുന്നു അത്. 1971-73 കാലഘട്ടത്തിൽ അമ്പഴക്കാട് ഫൊറോന പള്ളി അസിസ്റ്റൻ്റായിരുന്നു ഞാൻ. അന്ന് വൈന്തല, കല്ലൂർ, വെണ്ണൂർ ഈ പ്രദേശങ്ങളിലൊക്കെ സൈക്കിളിന് പോയി അവിടുത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അന്നത്തെ ആ സെൻറ്ററുകളിൽ 4 സെൻറ്ററുകളിൽ അമ്പഴക്കാട്, വൈന്തല, കല്ലൂർ, വെണ്ണൂരിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും പ്രബുദ്ധമായ, അതുപോലെ എല്ലാ അർത്ഥത്തിലും ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് വെണ്ണൂരിൻ്റേത്. വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക അവസ്ഥയിലൊക്കെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ വളരെ സജീവമായ പല പരിപാടികളും നടന്നിരുന്നു. പ്രധാനമായിട്ടും ഇടവകയുടെ ഒരു സംഘടന എന്ന നിലയ്ക്ക് SSA ഉണ്ടായിരുന്നു, സൺഡേ സ്കൂൾ അസോസിയേഷൻ. അതിൽ വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും അതുപോലെ പ്രദേശത്തെ ചെറുപ്പക്കാരൊക്കെ പങ്കെടുക്കുമായിരുന്നു. ആ സംഘടനയിൽ വെച്ച് പരിചയപ്പെടുന്ന പല വ്യക്തികളിൽ ഒരാളാണ് PT തോമസ്. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് തന്നെ തോമസിന് ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ നല്ല ഗാംഭീര്യമുള്ള സ്വരമുണ്ട്, അതുപോലെ ചങ്കൂറ്റുള്ളൊരു സ്വഭാവമാണ്. ശരിയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ധീരതയോടെ ചോദിക്കുന്ന, പറയുന്ന, ഇടപെടുന്ന ഒരു പ്രകൃതമായിരുന്നു. അന്നാളുകളിൽ സ്കൂൾ വാർഷികാഘോഷങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കലാപരിപാടികൾ നടത്താറുണ്ട്. ഒരു വർഷം ഒരു വാർഷികാഘോഷത്തിന്
നാടകാചാര്യനായ NN പിള്ളയുടെ ഗുഡ് നൈറ്റ് എന്ന ലഘുനാടകം തൻ്റെ ആത്മമിത്രമായ PK വർഗീസുമൊത്ത് അഭിനയിച്ച് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഈ നാടകത്തിലെ തോമസിൻ്റെ അഭിനയം വിസ്മയാവഹമായിരുന്നു. പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പിൻ്റെ പ്രോദ്ഘാടനമായിരുന്നു ഈ നാടകം. തോമസ് ജീവൻ്റെ ജീവനായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയും കല്ലൂർ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുകയും 4-ാം ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂളിൽ പോയി. അവിടെ തോമസിൻ്റെ ഇളയപ്പൻ്റെ മോൻ ദേവസിക്കുട്ടിയും ഞാനും കുട്ടിയുമായിട്ട് അവിടെ പ്രവർത്തിച്ചു. അവിടെ 8-ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തെ ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിലിന് പുറമെ പോയി അവിടുന്ന് പ്രൈസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ 2 നടന്മാർ മാത്രമുള്ള ഗുഡ് നൈറ്റ് എന്നുള്ള ഒരു നാടകം ഞങ്ങൾ അവതരിപ്പിച്ച് ഭയങ്കര കയ്യടിയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. തോമസ് പ്രൊഫഷണൽ ടീമിലേക്ക് മാറി. അവിടെ രൂപയുടെ കീഴിലും മറ്റു പലതിലും തോമസ് പങ്കെടുത്തു, നല്ല പേരെടുത്തു. ഒരു സെറ്റിലെ 3 പാട്ടൊക്കെ അവൻ അഭിനയിച്ച ആ വ്യക്തി ഇന്ന് നമ്മുടെ ഓർമ്മയിൽ ഒരു വേദനയായിട്ട് നിൽക്കുന്നു. തോമസ് ചേട്ടൻ്റെ പ്രൊഫഷണൽ നാടക ജീവിതം ആരംഭിക്കുന്നത് മാളയിലെ KHM സുബൈർ എഴുതിയ അണക്കെട്ട് എന്ന നാടകത്തിലൂടെയാണ്. അതിൽ മാള മേഖലയിലെ വെണ്ണൂരും പരിസരത്തുമുള്ള ഒരുപാട് കലാകാരന്മാർ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്. നാടകം കുറച്ച് സ്റ്റേജിൽ കളിച്ചു. അതിനുശേഷം തോമസ് ചേട്ടൻ പിന്നെ പോകുന്നത് എറണാകുളത്തുള്ള കൊച്ചിൻ തിയേറ്റേഴ്സിലാണ്. അത്തിപ്പഴത്തിൻ്റെ നാട്ടിൽ വളരെ പ്രശസ്തമായ ബൈബിൾ നാടകമായിരുന്നത്. ആ നാടകത്തിന് പിന്നീട് ഒരു അപകടമൊക്കെ പറ്റി അങ്ങനെ ആ സമിതി കീഴ്പോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് കാർമ തിയേറ്റേഴ്സിൽ വരുന്നത് പ്രവാചക നാടകം. പിന്നെ കേളി, അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ പിന്നെ ദർശൻ കമ്മ്യൂണിക്കേഷൻസ്, മാള കമ്പനി, അങ്ങനെ പല ട്രൂപ്പുകളിലും നല്ല വേഷങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ നാടക ജീവിതം. തൻ്റെ സ്വന്തം ഇടവകയായ വെണ്ണൂർ സെൻറ് മേരീസ് ദേവാലയത്തിലെ യുവജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തന്നിലെ നാടക നടനെ രൂപപ്പെടുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് PT തന്നെ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. PTയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ ഈ 3 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് സഹകരിക്കുമ്പോൾ പോലും ഒരു മനുഷ്യനോടും ദേഷ്യപ്പെട്ട് ഒരു കാര്യം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യനായി, ഒപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വല്ലാത്തൊരു വ്യക്തിത്വമുള്ള ഒരു ആളായിരുന്നു PT. ഞാൻ 2002 രൂപതയുടെ ദർശൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ ചുമതലയിലേക്ക് വരുന്നത്. ആ സമയത്ത് ദർശൻ കമ്മ്യൂണിക്കേഷൻസിന് കുറച്ച് ഓഡിയോ CD-കൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചരിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞങ്ങൾ എന്തുകൊണ്ട് നമുക്കൊരു നാടക ട്രൂപ്പ് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിൽ ഞാൻ കുറച്ച് ആളുകളെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോൾ അതിൽ മുൻനിരയിൽ PT തോമസ് ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങളൊരു അമച്വർ നാടകം, ഒരു സ്നേഹസംഗീതം എന്ന പേരിൽ നമ്മുടെ മാർട്ടിൻ മേനാച്ചേരി, നമ്മുടെ വിൽസൺ മാഷ് തുടങ്ങിയവരുടെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടെ ഞങ്ങളൊരു നാടകം ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് അധികം അങ്ങോട്ട് മുന്നോട്ട് പോയില്ല, അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ നോക്കിയാൽ. എന്നാൽ അടുത്ത നാടകം പിന്നീട് ഞങ്ങൾ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് നമുക്ക് പ്രദീപ് കുമാർ കാവുന്തറയുടെ ആ ഒരു രചനയിൽ മനോജ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അച്ഛൻ മികച്ച നടൻ എന്ന് പറയുന്ന ഒരു നാടകം ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം അതിൽ ഒരു പ്രധാന വേഷമായിട്ട് നമുക്ക് PT ആണ് അന്ന് അഭിനയിച്ചത്. മാത്രമല്ല PT-യുടെ ആ റോള്, അതിനോടൊരു വലിയൊരു ആത്മാർത്ഥത ആ കലയോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. തോമസ് ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇരിങ്ങാലക്കുട രൂപതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചൻ്റെ കാലത്താണ് അവിടെ ദർശൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മീഡിയ കമ്മീഷൻ തുടങ്ങി അതിൽ ഒരു നാടകം രംഗത്തിറക്കാനായിട്ട് തീരുമാനിക്കുന്നത്. മാർട്ടിൻ മാഷാണ് നാടകം സ്ക്രിപ്റ്റ് രചന നടത്തിയത്. ഞാൻ POC-ലേക്ക് അച്ഛനയച്ചപ്പോൾ സെലക്റ്റീവ് ആവുകയും ആ നാടകം കളിക്കാനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്തു. സെബി നായരമ്പലമായിരുന്നു അതിൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ സ്റ്റേറ്റ് അവാർഡും ഉണ്ടായിരുന്നു ആ നാടകത്തിൽ. PT തോമസ് എന്ന വ്യക്തി കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ്.
ഞാനും പി ടി തോമസ് ചേട്ടനുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് തന്നെ മാള പുലരി തിയേറ്റേഴ്സ് ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. നാടകത്തിൻ്റെ പേര് അണക്കെട്ട് എന്നായിരുന്നു. ആ നാടകത്തിൻ്റെ വിളംബരമായ അനൗൺസ്മെൻറ്റ് എന്നോട് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാനന്ന് ഈ അനൗൺസ്മെൻറ്റ് തുടങ്ങിയ കാലഘട്ടം ധൈര്യമില്ല. പക്ഷേ തോമസ് ചേട്ടൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ചെയ്യ്, നീ ഒന്നുകൂടും പേടിക്കേണ്ട, നന്നാവും. പിന്നെയും അദ്ദേഹവുമായിട്ട് ഉഷസ് ക്ലബിൻ്റെ നാടകങ്ങളിൽ, പള്ളിയിലെ നാടകങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ യോഗമുണ്ടായി. അന്നെല്ലാം അദ്ദേഹത്തെ അനുകരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എൻ്റെ തനതായ ശൈലി അദ്ദേഹം എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പുറമെ കാണുമ്പോൾ തോന്നാം അദ്ദേഹത്തിൻ്റെ ആകാരവും അല്ലെന്നുണ്ടെങ്കിൽ ശബ്ദ ഗാംഭീര്യവും കൊണ്ട് ഒരു തൻ്റെടിയും അതുമാതിരി തോന്നാമെങ്കിലും അടുത്തറിയുന്നവർക്കറിയാം ഉള്ളുകൊണ്ട് വളരെ ശുദ്ധഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു. വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അതേപോലെ തന്നെ ഞങ്ങളുടെ പരിരക്ഷയ്ക്കും എല്ലാത്തിനും വളരെ പരിശ്രമിച്ച് ഒരു വ്യക്തിയായിരുന്നു. അമേച്ചർ നാടകങ്ങളിലാണ് അക്കാലത്ത് പി ടി കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. പള്ളി തിരുനാളുകളിൽ പ്രദേശവാസികൾ അഭിനയിക്കുന്ന ഒരു നാടകം അക്കാലത്ത് പതിവായിരുന്നു. പി അയ്യനേത്തിൻ്റെ ദൈവം മരിച്ചു, നീതിമാന്റെ രക്തം, മരട് രഘുനാഥിൻ്റെ തീക്കാറ്റ്, സി എൽ ജോസിൻ്റെ ജ്വലനം തുടങ്ങിയ പ്രശസ്തങ്ങളായ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ പി ടി അഭിനയിച്ചു. പ്രാദേശിക കലാകാരന്മാരായ കെ ടി ജോസ് മാസ്റ്റർ, വാസു മടാത്ര, ഗോപി ചള്ളിയിൽ, എം എ ജോസഫ്, എൻ ആർ മത്തായി, പി കെ വർഗീസ്, കെ വി ജെയിംസ്, കെ എ ബേബി, റാഫേൽ മാടവന, സി പി ജോർജ്, പി ഒ വർഗീസ്, വാവച്ചൻ, എം ഡി വർഗീസ്, എൻ ഡി ലില്ലി, ആളൂർ എൽ സി മുതലായവർ അക്കാലത്ത് പി ടിയോടൊപ്പം വിവിധ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യ നാടകമായ അങ്കമാലി സമക്ഷം എന്ന എൻ്റെ സ്വന്തം നാടക സമിതിയിൽ ശിഖണ്ഡി എന്ന നാടകത്തിൽ അഗ്നിവർണ്ണൻ എന്ന കഥാപാത്രത്തെയും അതുപോലെ തന്നെ ഭീഷ്മ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എനിക്കൊപ്പം പ്രൊഫഷണൽ നാടകരംഗത്ത് സഹകരിക്കാൻ അവസരമൊരുക്കിയത്. തുടർന്ന് അതിനുശേഷമുള്ള നാടകമായ ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത സ്നേഹപൂർവ്വം അച്ഛന് എന്ന നാടകത്തിനകത്ത് അദ്ദേഹം ഒരു വ്യത്യസ്തനായ വില്ലൻ വേഷമാണ് ചെയ്തത്. ആ കഥാപാത്രത്തിൻ്റെ പേര് ചെമ്പരാക്ഷൻ എന്നാണ്. അങ്ങനെ ആ 2-3 വർഷക്കാലത്തെ ബന്ധം അത് വെച്ച് ഞാൻ പി ടി തോമസ് സാറിനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം പോലെ തന്നെ, ശബ്ദം പോലെ തന്നെ, അതുപോലെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു പ്രതിഭ കൂടിയായിരുന്നു. കൊച്ചിൻ തിയേറ്റേഴ്സിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ബൈബിൾ നാടകമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അത് ആളുടെ ആ ശബ്ദം വളരെ ഗാംഭീര്യമുള്ളൊരു ശബ്ദമാണ്. അതാണ് ആൾക്ക് ഏറ്റവും വലിയൊരു പ്രചോദനവും നേട്ടവും. കൊച്ചിൻ തിയേറ്റേഴ്സിൽ അത്തിപ്പഴത്തിൻ്റെ നാട്ടിൽ നാടകം കളിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അന്നത്തെ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ വെച്ച് തോമസ് ചേട്ടനും ഒപ്പമുണ്ടായിരുന്നവർക്കും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുകയും കുറച്ച് നാൾ പിന്നെ കൊച്ചിൻ തിയേറ്റേഴ്സ് പ്രവർത്തനം നടത്താൻ കഴിയാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴൊക്കെ നല്ല രീതിയിലുള്ള സമീപനമൊക്കെ ആയിരുന്നു തോമസ് ചേട്ടൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള വലിയ സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മളെ കലയെയും നമ്മുടെ ഈ ഒരു വലിയ ഈ ലോകത്തൊക്കെ നിലനിർത്തിയിട്ടുള്ളത്. അവർക്ക് ഇനിയും ഒരുപാട് നമുക്കൊപ്പം നിൽക്കേണ്ടവരാണ്. നാടകത്തിൽ വളരെ നമുക്കൊരു കുടുംബാംഗം പോലെ, അല്ലെങ്കിൽ ഏറ്റവും ജ്യേഷ്ഠനെ പോലെ തോന്നിയിട്ടുള്ളൊരു വലിയ ഒരു മഹാനായിട്ടുള്ള മനുഷ്യനാണ് തന്നെയാണ് തോമസ് ചേട്ടൻ. എന്തായാലും തോമസ് ചേട്ടൻ കലാലോകത്തിന് നൽകിയിട്ടുള്ള വലിയ സംഭാവനകളെ നമുക്ക് ഓർക്കാം, അനുസ്മരിക്കാം. കാഴ്ചയിൽ നമ്മൾ വളരെ ഗൗരവമാണെന്നൊക്കെ തോന്നും, പക്ഷേ അത്രയും ഏത് തരത്തിലുള്ള ഒരു റോളുകളും തോമസ് ചേട്ടൻ വഴങ്ങായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ മികച്ച നടൻ എന്ന് പറയുന്ന നാടകത്തിൽ വളരെ ജീവിതത്തിലുടനീളം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ തമാശയോടുകൂടിയൊക്കെ നേരിടുന്നൊരു കഥാപാത്രമായിരുന്നു. ആ നാടകത്തിലുടനീളം തോമസ് ചേട്ടനെ കണ്ടാൽ തോമസ് ചേട്ടനെ ആൾക്കാർ ചിരിപ്പിക്കുക എന്നൊക്കെയുള്ള സംശയം ഉണ്ടാകും. പക്ഷേ നാടകത്തിലുടനീളം, നാടകത്തിൻ്റെ വിജയം തന്നെ ആ നാടകത്തിലെ തോമസ് ചേട്ടൻ്റെ കഥാപാത്രവും അതുപോലെ നാടകത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രമേയവും അതിലെ മറ്റു നടന്മാരൊക്കെ ആയിരുന്നു. പക്ഷേ തോമസ് ചേട്ടൻ അതിൽ വളരെ വ്യത്യസ്തമായി നിന്നിരുന്നു. തോമസ് ചേട്ടൻ്റെ ഒരു
അതിലെ കഥാപാത്രം. മനം നൊന്ന് പറഞ്ഞപ്പോ ഒരു വട്ടം നിങ്ങൾ അവളെ കണ്ടിരിക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. ഇല്ലേ, അതിനുള്ള ബാധ്യത എനിക്ക്. ഇപ്പൊ കൺമുമ്പിൽ നിൽക്കുന്ന സ്വന്തം അമ്മയെ ഒരു അന്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ എൻ്റെ ചങ്ക് പിടഞ്ഞപ്പോ ഞാൻ അറിയാതെ വന്നുപോയി എല്ലാ സത്യങ്ങളും ഇതാവിൻ തുമ്പിൽ നിന്നു. എല്ലാവർക്കും വേണ്ടി എല്ലാം ഞാൻ മാത്രം സഹിക്കണമല്ലേ? കുറ്റബോധത്തിൽ എരിഞ്ഞടങ്ങി ഞാൻ മാത്രം ദഹിക്കണമല്ലേ? പറയ്, ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ ആരുടെയൊക്കെ കാലിലാ ഞാൻ വീഴേണ്ടത്? 1985 KHM സുബൈർ രചനയും സംവിധാനവും നിർവഹിച്ച അണക്കെട്ട് എന്ന നാടകത്തിലൂടെയാണ് PT പ്രൊഫഷണൽ നാടകരംഗത്ത് ചുവടുവച്ചത്. മാള പ്രദേശങ്ങളിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച പുലരി എന്ന നാടകസമിതിയാണ് അണക്കെട്ട് അവതരിപ്പിച്ചത്. PTയെ കൂടാതെ ആന്റണി മാസ്റ്റർ, വത്സൻ വടമ, ശശി പാണാട്ട്, വാസു മടാത്ര, ഗോപി ചള്ളിയിൽ, ആളൂർ LC എന്നിവരും ഈ നാടകത്തിൽ വേഷമിട്ടു. ഈ നാടകത്തിൽ പ്രശസ്തമായ വാനമ്പാടി പാടും ഈ മലർക്കാവിൽ എന്ന ഗാനത്തിൻ്റെ ശില്പികൾ വിൽസൺ ആന്റണിയും VO വർഗീസുമായിരുന്നു എന്നത് ഇത്തരുണത്തിൽ എടുത്തു പറയട്ടെ. PT തോമസ് അഥവാ എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന PT എന്ന കലാകാരനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഘനഗാംഭീര്യമായ ശബ്ദമാണ്. ഞാനും അദ്ദേഹവും വെണ്ണൂർ സെൻറ് മേരീസ് പള്ളി ഇടവാംഗങ്ങളാണ്. ദുഃഖവെള്ളിയാഴ്ചകളിൽ പരിഹാര പ്രദർശനത്തിലുള്ള വായനയും അതുപോലെ ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിയിലെ വായനയും പ്രാർത്ഥനകളുമെല്ലാം ആ ശബ്ദങ്ങളെല്ലാം ഇന്നും കാതിൽ മുഴങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വായനയിൽ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ആ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലെത്തും. അത്ര വ്യക്തവും സ്ഫുടവുമായാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം. അദ്ദേഹവുമായി ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി അദ്ദേഹം 3 ടെലി സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അത് 2 എൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ഈ സ്നേഹത്തൊഴിൽ എന്ന അതിൻ്റെ കഥാപാത്രത്തിന് ഈ കഥ പറയാനായിട്ട് ഞാനും വിൽസൺ ആന്റണിയുമാണ് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കുന്നുമ്മൽ വക്കച്ചൻ. അപ്പോൾ വക്കച്ചൻ്റെ കഥാപാത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ശാരീരികമായിട്ട് നല്ല സുഖമില്ല, എനിക്ക് വളരെ ഈ കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാനത് ശരീരം എൻ്റെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെറിയ റോള് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിൽസൺ ആന്റണി പറഞ്ഞാണ് ഞങ്ങൾ അച്ഛൻ കഥാപാത്രങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ മാപ്പുസാക്ഷിയിലെ അച്ഛനും ഈ സ്നേഹത്തുവല്ലെ അച്ഛൻ 2 കഥാപാത്രങ്ങളെയും അദ്ദേഹം അവിസ്മരണീയമാക്കിയതെന്ന് എന്ന് പറയാം. വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നതൊരു ദുഃഖസത്യമാണ്. എങ്കിലും അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും എന്നും ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് കലാനിലയ ആർട്ടിസ്റ്റാണ് ഞാൻ. അവിടെ നിന്ന് വന്നിട്ട് പ്രൊഫഷണൽ സ്റ്റേജിൽ ആദ്യമായിട്ട് അക്ഷരചൈതന്യം എന്നുള്ള നാടകം, അതായത് പുലരി തിയേറ്റേഴ്സിൻ്റെ തത്തപ്പള്ളിയിൽ അവിടെ കളിക്കാൻ പോലാണ്. കേളിയിൽ തോമസ് അന്ന് കളിക്കുന്നുണ്ട്. സഹീർ അലി ആയിരുന്നു ഞങ്ങളുടെ സംവിധായകൻ. സഹീർ അലിയുടെ നാടകത്തിൽ ചെയ്യാനായിട്ട് തോമസ് ഏട്ടൻ വന്നപ്പോൾ അന്ന് ആ ക്യാമ്പുകളിൽ വെച്ചിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ദർശൻ കമ്മ്യൂണിക്കേഷനിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള അച്ഛൻ മേഴ്സാട്ടൻ നാടകത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തു. ഞാനും അവിടെ വന്നപ്പോഴാണ് തോമസ് ഏട്ടൻ അതിലുണ്ടെന്ന് അറിയുന്നത്. നല്ലൊരു ജ്യേഷ്ഠ സഹോദരൻ, നല്ല ഗാംഭീര്യമുള്ള ശബ്ദം, നല്ല ഹൈറ്റും നല്ലൊരു വ്യക്തിത്വം, നല്ല 2 വേഷം സൂപ്പറായിട്ടാണ് ആളതിൽ ചെയ്തത്. ഞാനാണെങ്കിലും ആദ്യമായിട്ട് തുടക്കക്കാരിയാണെങ്കിലും എനിക്കും അതിനകത്ത് നല്ല 2 വേഷങ്ങളാണ് തന്നത്. മനോജ് നാരായണൻ്റെ സംവിധാനത്തിൽ ഞങ്ങൾ ആ നാടകം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. 2 വർഷം സൂപ്പറായിട്ട് കളിച്ചു. സ്റ്റേറ്റ് മത്സരത്തിനും പോയി. ഞങ്ങൾക്കതിന് അവാർഡും കിട്ടി. ഇപ്പോഴത് ഓർക്കുമ്പോഴും മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമാണ്. ഇന്നിപ്പോൾ ഇങ്ങനൊരു അവസരം അദ്ദേഹത്തിന് ഓർക്കാനായിട്ട് ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ തന്നെ ഈശ്വരന് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും സന്തോഷവാനാണ്. അദ്ദേഹം ഒന്നിനെയും കൂസലില്ലാത്ത മനുഷ്യനാണല്ലോ, ഒന്നിനെയും അങ്ങനെ ഗൗരവത്തിലെടുക്കാത്തൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെയുള്ളവരും സന്തോഷവാനായിരിക്കണം എന്ന് നിർബന്ധമുള്ളൊരു മനുഷ്യനായിരുന്നു. അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. ആ ശബ്ദത്തിൽ അദ്ദേഹം പറയുന്ന കുറേ തമാശകൾ, മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഒരുപാട് നാട്ടിൽ ചെന്നപ്പോൾ ചെറുപ്പക്കാർ മുതൽ പ്രായമായവരും വരെയൊക്കെ എല്ലാവരെയും
അവരുടെ പ്രായത്തിൽ നിന്നുകൊണ്ടാണ് തോമസ് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പി ടി എന്നാണ് ആ കാലത്തൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത്. എനിക്കറിയില്ലായിരുന്നു ആരാണ് പി ടി എന്നുള്ളൊരു സംഭവമൊക്കെ. അപ്പോൾ ഞാൻ ഒരുവിധം തിരക്കേടില്ലാത്തൊരു ചെറുപ്പമാണ്. ആ അവസ്ഥയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നീടാണ് പി ടി തോമസ് എന്നുള്ള ആ ഒരു പേര് നമുക്ക് വ്യക്തമായത്. ഞങ്ങൾ ക്യാമ്പിൽ എല്ലാവരും ഉണ്ട്. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വരവ്. പി ടി തോമസ് വരുന്നുണ്ട്, വില്ലൻ വേഷം കളിക്കുന്ന ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ വില്ലൻ നമ്മുടെ മനസ്സിലൊക്കെ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേക ടൈപ്പ് രൂപവും മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കാണാറ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ വളരെ സുന്ദരനും 7 അടി പൊക്കവുമുള്ള ഒരു ആജാനുബാഹു. ശിഖണ്ഡി എന്ന നാടകത്തിലാണ് ഫസ്റ്റ് ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്യുന്നത്. അതിൽ കിട്ടിയിരിക്കുന്ന വേഷം ഒരു ഭ്രാന്തൻ വേഷമായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 24 അടി സ്റ്റേജിൻ്റെ മുകളിൽ എങ്ങനെ വിറപ്പിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കുകയും നമ്മളവരെ ഞെട്ടിക്കുകയും ചെയ്ത ഒരു ക്യാരക്ടറാണ് കളിച്ചത്. സ്കൂളിലെ ജീവിതത്തിൽ സ്കൂളിലെ അഭിനയത്തിന് അവന് ഒരുപാട് പുരസ്കാരങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. എങ്കിലും ആ കാലഘട്ടം കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് ആ ഒരു താല്പര്യം വിട്ടുപോയില്ല. ഇവിടെ വന്ന് സ്കൂളിൽ നിന്ന് ജീവിതം കഴിഞ്ഞ് പള്ളികളിലും മറ്റ് നാടകവേദികളിലും നാട്ടിലെ ഒരുപാട് കലാകാരന്മാരെ ചേർന്നുകൊണ്ട് പല വേദികളിലും നാടകങ്ങളും ഏകാഭിനയങ്ങളും പലതും അവതരിപ്പിച്ചു. അതിലൊക്കെ നല്ല പ്രോത്സാഹനം അവന് കിട്ടി. അതിൽ നിന്ന് പ്രൊഫഷണൽ നാടകങ്ങളിൽ വരെ പോകാനുള്ള അവസരം ലഭിച്ചു. കലാനിലയം അതുപോലുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അന്നത്തെ നാടക സമിതികളിൽ അവന് ഒരുപാട് നല്ല അഭിനയങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പ്രോത്സാഹനം അവന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഇളയപ്പൻ ഞങ്ങൾക്ക് അതിന് എനിക്ക് അത് അവസരം ഉണ്ടായിരുന്നില്ല, ഞാനതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ അഭിനയം ഇളയപ്പൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിൽ അത് ഒരിക്കലും അവന് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഇളയപ്പനിൽ. എന്നിരുന്നാലും അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അത്തരത്തിൽ അവൻ മുമ്പോട്ട് പോയി. അത് ഒരുപാട് വിജയത്തിൽ എത്തി. അത് ഒരുപാട് നാടക സമിതികളിൽ നല്ല നല്ല അഭിനയങ്ങൾ മൊത്തം കാഴ്ചവെക്കാനായിട്ട് അവന് സാധിച്ചു. ഞാൻ 1-2 നാടകങ്ങളെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ. 1-2 നാടകങ്ങൾ കണ്ടു. അപ്പോൾ ആ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തന്നെ അവനോട് അസൂയ തോന്നി. കാരണം അവൻ നല്ല രീതിയിൽ ഉള്ളൊരു അഭിനയം കാഴ്ചവെച്ചു. ഇനി എൻ്റെ അന്നത്തെ എൻ്റെ ചിന്തയനുസരിച്ച് എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ ധരിച്ചു ഇവൻ ഏതെങ്കിലും വലിയ നാടക ട്രൂപ്പിലല്ല സിനിമയിലൊക്കെ ചെന്ന് പെടുന്നാണ് വിചാരിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ എന്തോ നിർഭാഗ്യവശാൽ അതിലേക്കൊന്നും പെട്ടില്ല. അണക്കെട്ടിന് ശേഷം കേരളത്തിനകത്തും പുറത്തും നിരവധി നാടകങ്ങളിൽ സുപ്രധാന വേഷങ്ങൾ ചെയ്ത് പി ടി കാണികളുടെ കയ്യടി നേടി. 1990 നാടക സഹയാത്രികനായ കരീം കെ കല്ലൂരിനോടൊപ്പം കൊച്ചിൻ തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയിലെ അംഗമായി. തുടർന്ന് അത്തിപ്പഴത്തിൻ്റെ നാട്ടിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, കാനായിലെ കല്യാണം എന്നീ ബൈബിൾ നാടകങ്ങളിലും ആലേഖനം എന്ന സാമൂഹ്യ നാടകത്തിലും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ വേദിയിൽ അവതരിപ്പിച്ചു. ഇതോടെ പി ടി മലയാള നാടകരംഗത്തെ ഒഴിവാക്കാനാകാത്ത അഭിനയ സാന്നിധ്യമായി മാറി. 1995 AK പുതുശ്ശേരി മാസ്റ്റർ രചിച്ച് ജോസ് പ്രകാശ് സംവിധാനം ചെയ്ത കാർമൽ തിയേറ്റേഴ്സിൻ്റെ പ്രവാചകൻ എന്ന നാടകത്തിലെ അഹറോൻ എന്ന കഥാപാത്രം വളരെയേറെ ജനശ്രദ്ധ നേടി. കാർമൽ തിയേറ്റേഴ്സിന് ശേഷം പി ടി ചെന്നെത്തിയത് അക്കാലത്തെ പ്രശസ്ത നാടക സമിതിയായ കൊച്ചിൻ നാടകവേദിയിലാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 1977 അന്ന് വരുമ്പോൾ ആള് നാടകക്കാരനല്ല. എങ്കിലും കുറച്ച് ഇവിടെ എന്നോട് പറയും. ഞാൻ കലാനിലയത്തിൽ പോയിട്ടുണ്ട്. 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നാടകത്തിന് ഇങ്ങനെ ഒരു ഇത് വന്ന് ആള് ഞാൻ നാടകത്തിന് പൊക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു പൊക്കോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ അത് സാരമില്ലടി, ഇവിടെ അമ്മ ഇളയപ്പനൊക്കെ ഉണ്ട്, അവര് എല്ലാ കാര്യവും നോക്കിക്കോളും, വീട്ടിലെ അന്ന് കൃഷിയൊക്കെ ഉണ്ട്, ഒരുപാട് പണിയാനും എടുക്കാനൊക്കെ നേരമില്ല. എങ്കിലും ആള് മൂത്തിയാകുമ്പോഴേ പോവുള്ളൂ, പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ വരും. അപ്പൊ പിന്നെ രാത്രി കുറച്ചു നേരം കിടന്നുറങ്ങും. അപ്പൊ ഇവിടെയുള്ള ഞങ്ങളുടെ അപ്പച്ചന്റെ അനിയൻ പോണേന് പിണങ്ങും. അവനിങ്ങനെ പോയിട്ട് എന്നിട്ട് അടി കൊണ്ടുതന്നെ വരുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പൊ ആള് പോണേന് എന്നിട്ടല്ലേ അപ്പൊ ഞാൻ പറയണേ, ആളുടെ ഇഷ്ടത്തിന് പോട്ടെ. 2-3 പ്രാവശ്യം ഞാൻ നാടകത്തിന് പോയിട്ടുണ്ട്, ആള് കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ വെണ്ണൂർ പള്ളിയിൽ ഒരു നാടകം ഉണ്ടായി. അത് ഏത് നാടകം ഞാൻ ഓർക്കണില്ല. അതിൽ ഒരു കല്യാണമൊക്കെ ഉണ്ടായി, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കല്.
അപ്പൊ കൊടിയനച്ച എന്നോട് പറയാണ്, എന്റെ ദൈവമേ ഇത് എന്തുട്ടേ കാണുന്നേ, തോമസ് ഏട്ടൻ കല്യാണം കഴിക്കണ. അപ്പൊ ഞാൻ പറഞ്ഞു അത് നാടകത്തിലുള്ളല്ലേ, അച്ഛനെന്താ. അല്ല എന്നാലും ചേച്ചി ഇത് കണ്ടിട്ട്, എനിക്ക് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. ആള് കല്യാണം ഒരു പെണ്ണിനൊക്കെ മാലയൊക്കെ ഇട്ട് നമ്മുടെ വെണ്ണൂര് പള്ളിയിലാണ് അത് കളിച്ചത്. എല്ലാവരും റോസിലിയ എന്ന് പറഞ്ഞ് വിളിയാ തുടങ്ങി, ഇയാൾ ഈ കല്യാണം കഴിച്ച് വന്നാണ്ടിപ്പ. പിന്നെ ഞാൻ എല്ലാ കാര്യത്തിനും ആൾക്ക് എതിര് നിന്നിട്ടില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞ നാടകത്തിന് പോയാലും ഒന്നും കിട്ടൂല കാര്യമായിട്ടൊന്നും. പിന്നെയാണ് 300-500 ആയത്. ആദ്യം 50 രൂപയായിട്ടാണ് കിട്ടുന്നതെന്ന് തന്നെ. എന്നാലും അതൊരു പ്രശ്നമല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇളയപ്പനും അമ്മയും പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായി. എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ ആള് നടത്തിക്കൊണ്ടിരുന്നു. മുഴുവൻ അങ്ങോട്ടാക്കാൻ പറ്റൂല, എന്നാലും ഞാൻ അതിൽ അംഗീകരിക്കും. കാരണം ഇപ്പോഴും മരിക്കണവരെ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ അതിനെ എതിര് നിൽക്കൂല. നമ്മളെ എവരെയും വിട്ടുപിരിഞ്ഞു പോയ ഏറ്റവും ബഹുമാന്യനായ തോമസ് ഏട്ടനോടുള്ള സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഞാൻ ഇരിഞ്ഞാലക്കുട ദർശൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ അച്ഛൻ മികച്ച നടൻ എന്ന് പറഞ്ഞ നാടകത്തിലാണ് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ളത്. വളരെ സരസനായിട്ടുള്ള അദ്ദേഹം വെറുതെ അഭിനയിച്ച് പോവുക മാത്രമായിരുന്നില്ല അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സെറ്റ് വർക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സെറ്റ് വർക്കർ ആവും. അതുപോലെ നമ്മളെ കൂടെ കൊണ്ട് നടന്ന് ഒരു അച്ഛനെ പോലെ സംരക്ഷിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന സമിതിയുടെ ഏറ്റവും നെടും തൂണായിട്ടുള്ള ഒരാളായിരുന്നു ശ്രീ തോമസ് ഏട്ടൻ. എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്തത്രയും ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. വില്ലൻ വേഷങ്ങളും മറ്റ് വേഷങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടെ തന്നെ ഹാസ്യവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഏറ്റവും മികച്ച ഒരു നടൻ. അച്ഛൻ മികച്ച നടൻ എന്ന നാടകത്തിൽ അച്ഛനായിരുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും മികച്ച നടൻ തോമസ് ഏട്ടൻ തന്നെയാണ്. 1996 കുയിലൻ സംവിധാനം ചെയ്ത യഹോവയുടെ മുന്തിരിത്തോപ്പ്, ഗാഗുൽത്തായിലെ കള്ളൻ എന്നീ നാടകങ്ങളിലൂടെ PT തൻ്റെ നാടകാഭിനയത്തിൻ്റെ മാറ്റുരച്ചു. 1998 തിരുവനന്തപുരം കേളി എന്ന നാടക സമിതിയിൽ ചേർന്നു. സഹീർ അലി രചനയും സംവിധാനവും നിർവഹിച്ച കാലഘടികാരം, ഇത് നമ്മുടെ ഭൂമിയാണ്, ആമുഖം എന്നീ നാടകങ്ങളിൽ വളരെ വെല്ലുവിളിയുയർത്തിയ കഥാപാത്രങ്ങളെ വിജയകരമായി അവതരിപ്പിച്ചു. മാള സുനിൽ സംവിധാനം ചെയ്ത 2002 അങ്കമാലി സമക്ഷം എന്ന നാടകസമിതിയുടെ ശിഖണ്ഠി, സ്നേഹപൂർവം അച്ഛൻ എന്നീ നാടകങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾക്ക് PT വേദിയിൽ ജീവൻ നൽകി. 2004 തൃശൂർ വസുന്ധര തിയേറ്റേഴ്സിൻ്റെ നാടകമായ നേത്രാവതി എക്സ്പ്രസിൽ ഒരു മുഴുനീള കഥാപാത്രമായ TTRൻ്റെ വേഷം PT അവതരിപ്പിക്കുന്നത്. അതുപോലെ PT കൂടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വല്ലാത്ത ഒരു ആവേശം ഉണ്ടാക്കി തരും. നമ്മുടെ ക്യാരക്ടറിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, സപ്പോർട്ടിങ് നമുക്ക് തന്നിരുന്ന ഒരു നടൻ കൂടിയായിരുന്നു PT. അത് നാടകത്തിൽ മാത്രമല്ല, നാടകം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ബാക്കിയുള്ള സമയങ്ങൾ, കാരണം മിക്കവാറും യാത്രകളും ഒക്കെ തന്നെ വളരെ എൻജോയ് ചെയ്ത് പാട്ടുപാടിയും ഒക്കെ നമ്മളെല്ലാവരെയും ഇങ്ങനെ എന്താ പറയണ ഒരു 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 ചിറകിൻ്റെ കീഴിലേക്ക് കൂട്ടിക്കൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. PT ശബ്ദം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു വല്ലാത്ത കരുത്തുള്ളൊരു ശബ്ദമായിരുന്നു PT. ഇടയ്ക്കുള്ളൊരു വിളി, ഉണ്ണിയെ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കുമ്പോൾ തന്നെ അതിൽ എല്ലാം ഉണ്ട്. ഒരു സ്നേഹമുണ്ട്, ഒരു ശാസനയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാമുള്ള ഒരു വിളിയായിരുന്നു അത്. ഈ PT നാടകം കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിരുന്ന കുറേ തമാശകളുണ്ടായിരുന്നു. അതിൽ പെട്ട ഒന്നാണ് ഈ കാല് മുറിച്ച് മാറ്റുന്നതൊക്കെ. ഈ സിഗരറ്റ് വല്ലാണ്ട് വലിച്ചിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുമായിരുന്നു, കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ വല്ല വഴിയരിലും കയ്യിൽ പിച്ചപാത്രമായിട്ട് ഇരിക്കുമ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്യാതെ പോകരുതട്ടാ എന്നൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെ ഉണ്ടായിരുന്നു. PT വേർപാട് ഒരു വല്ലാതെ വിഷമമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, അത് മനോജായാലും, മനോജ് കോതമംഗലം, സഹീർ, ഞങ്ങൾ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വേദന. ഇനി കാണാൻ പറ്റേയില്ല. പക്ഷെ എന്നാലും നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അതുണ്ടാവും, എക്കാലവും ഉണ്ടാവും. PT ആ സ്നേഹാദരവുകൾ എക്കാലവും എൻ്റെ കൂടെ ഉണ്ടാവും.
ഇവിടുത്തെ ലോക്കൽ പള്ളി, പിന്നെ അവിടുത്തെ ചെറിയ നാടക ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് പുള്ളി സജീവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായി. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അപ്പച്ചൻ പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമാണ്. അപ്പച്ചൻ്റെ കൂടെ പോയിട്ട് വേദിയിലിരുന്നും പുറത്ത് കാണിയായിട്ടും ഒരുപാട് നാടകങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പച്ചൻ നാടകത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോക്കറ്റിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല. അമ്മച്ചി ചോദിക്കും, കുടുംബം നടത്താനായിട്ടൊന്നും ഇട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെ ചോദിക്കും. അപ്പം അപ്പച്ചൻ പറയും, എടി ഈ ഒരു നാടകം കളിച്ച് ഇത്രയൊക്കെ കിട്ടുള്ളൂ, ഞാൻ എൻ്റെ ഒരു വരുമാനത്തിന് വേണ്ടി പോണതല്ല, കലയാണ് എനിക്ക് ഉദാത്തമായിട്ടുള്ളത്. അപ്പോൾ കലയോടുള്ള ഒരു പ്രണയം കൊണ്ടാണ് ഞാൻ നാടകത്തിൽ പോകുന്നത്. ആൾക്കാർ നാടകം കഴിഞ്ഞ് പോകുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ആ വില്ലൻ അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, ഒരു വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തു തന്നെയായാലും അദ്ദേഹം ഒരു നല്ല നടനായിരുന്നു. അച്ഛൻ മികച്ച നടൻ, അങ്ങനെ ഒരു നാടകം അപ്പച്ചൻ്റെതായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, പക്ഷേ അക്ഷരാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ ഒരു മികച്ച നടനായിരുന്നു. ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റിനുള്ള എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മികച്ച ശബ്ദം, നല്ല സ്റ്റേജ് പേഴ്സണാലിറ്റി, ശബ്ദവിന്യാസ വൈഭവം, പങ്ക്ച്വാലിറ്റി, അങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. അതായത് 2 നാടകത്തിലും നല്ല വേഷങ്ങളാണ് പുള്ളി ചെയ്തത്. ഗൗരവമുള്ള വേഷങ്ങളാണ് കൂടുതൽ ചെയ്യാറെങ്കിലും ആ ഒരു നാടകത്തിൽ പുള്ളി 2 വേഷം ചെയ്തിരുന്നു. ഒരെണ്ണം ഹ്യൂമറുള്ള വേഷമായിരുന്നു. അങ്ങനെ ഹ്യൂമർ ചെയ്യാനും കഴിവ് ഉണ്ടെന്നുള്ളത് പുള്ളി തെളിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ടെലിഫിലിമിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നു. 2 ടെലിഫിലിമിൽ അഭിനയിച്ചത് എനിക്കറിയാം. ഒന്ന് മാപ്പുസാക്ഷി, വെണ്ണൂരുള്ള വി.ഒ. വർഗീസിൻ്റെ സ്ക്രിപ്റ്റ്, അനിൽ കാരക്കുളം ഡയറക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ജിൻഡോ ജെയിംസ് ഇരിഞ്ഞാലക്കുളം ചെയ്ത ഒരു കുക്കു എന്നുള്ള ഒരു ടെലിഫിലിമിൽ ഒരു കൃഷിക്കാരൻ്റെ വേഷത്തിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കർക്കശ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള വളർച്ചയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമിതിയോടുള്ള കൂറ്, താല്പര്യം എനിക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് വർക്ക് ചെയ്യാൻ ആളുകൾ വന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ആ പണി ചെയ്യാറുണ്ട്. ഫാദർ ജോളി വടക്കൻ്റെ നേതൃത്വത്തിൽ 2005 ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിൽ ഒരു നാടകസമിതി രൂപീകരിക്കപ്പെട്ടു. PT-യുടെ തുടർന്നുള്ള നാടക പ്രവർത്തനങ്ങളുടെ തട്ടകം ദർശൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന ഈ നാടകസമിതിയായിരുന്നു. 2005 മാർട്ടിൻ മേനാച്ചേരി രചിച്ച് മനോജ് നാരായണൻ സംവിധാനം ചെയ്ത സ്നേഹസങ്കീർത്തനമായിരുന്നു ദർശൻ അവതരിപ്പിച്ച ആദ്യ നാടകം. ഈ നാടകത്തിൽ PT ഒരു സുപ്രധാന വില്ലൻ വേഷം അവതരിപ്പിച്ചു. 2006 പുറത്തിറങ്ങിയ പ്രദീപ് കാവുന്തറ, മനോജ് നാരായണൻ ടീമിൻ്റെ അച്ഛൻ മികച്ച നടൻ എന്ന നാടകത്തിൽ ഹാസ്യനടനായും വില്ലനായും ഇരട്ട വേഷം ചെയ്ത് PT പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു. ഈ നാടകത്തിലെ വേഷങ്ങൾ, പ്രത്യേകിച്ചും ഹാസ്യകഥാപാത്രം, തൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ മികച്ച നടൻ എന്ന ഈ നാടകത്തിന് ശേഷം PT എന്ന നടൻ തൻ്റെ പ്രൊഫഷണൽ നാടക ജീവിതത്തിന് വിരാമമിട്ടു. അമ്മ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ഞാൻ പോണില്ല, പലരും വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പലരും വിളിച്ചോട്ടെ, ഇനിയിപ്പോൾ പോകണ്ട, പ്രായമായി. അപ്പോൾ 77 കല്യാണം കഴിഞ്ഞില്ലേ, 20 കൊല്ലം ആൾ ഈ നാടകത്തിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അത് ചില സമയം ശിവരാത്രിയുടെ അവസരത്തിലൊക്കെ 3-4 നാടകം ഉണ്ടാവും. അതൊരു നാടകം കഴിച്ച് ഇവിടെ ഒരു നാടകം ഇവിടെയാണെങ്കിൽ പിന്നെ കണ്ണൂരായിരിക്കും. ആ രാം മുഴുവൻ ഓടി ഭയങ്കരമായിട്ട് ഉറക്കം ഒളിച്ച് വരുമ്പോൾ തന്നെ ഞാൻ ആൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ കിടന്നുറങ്ങും. പിന്നെ ഡ്രസ്സൊക്കെ കഴുകിയിട്ടും ആ മേക്കപ്പ്, ആളുടെ ഈ നാടകത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കൊണ്ടുവരും. അത് കഴുകിയിടും. ഈ രാജാക്കന്മാരുടെ ഡ്രസ്സും ഇതും ഒക്കെ കൊണ്ടുവരും. പിന്നെ ഇവിടെ ഒരു ഇത് എഴുതി കൊണ്ടുവരും ബുക്കിൽ, അതിൻ്റെ ഈ സ്ക്രിപ്റ്റ്. ആണ്ട് ഇവിടെ കിടന്ന് പഠിക്കും. അപ്പോൾ എന്നോട് പറയും, നീ ഒന്ന് നോക്കിയിട്ട് ഞാനൊന്ന് പറയട്ടെ. അതും സഹായിച്ചു കൊടുത്തിട്ടുണ്ട് നാടകത്തിൻ്റെ ആള് പഠിക്കാൻ വേണ്ടി. ഇനി തോനെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെ പറയും, അതൊക്കെ ആണ്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പറയൂലേടി, ഒരിത്തിരി കഴിഞ്ഞാൽ പിന്നെ ഡീസൻ്റ് ആയിട്ട് ഒക്കെ പറഞ്ഞോളൂ. അതിൽ നമ്മളൊക്കെ വെറുക്കുകയും മറയ്ക്കുകയും ചെയ്യുന്നൊരു പ്രത്യേകതരം വേഷം, ശവം
ചീഞ്ഞളിഞ്ഞ ശവങ്ങളും കിണറ്റിൽ വീണ ശവങ്ങൾ, ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പുഴുത്തരിച്ച് കിടക്കുന്നുണ്ടോ, ജഡങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ, എല്ലാവരും അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു സംഭവം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതൊക്കെ എടുക്കുന്ന ആൾ. ആ ഒരു നാടകത്തിൽ അദ്ദേഹം ചെയ്ത വേഷം അങ്ങനത്തെയാണ്. ഇതിൻ്റെ ആളുടെ എൻട്രി തന്നെ വളരെ പ്രത്യേകതര ഒരു മ്യൂസിക്കിലും ഇതിലൊക്കെയാണ്. പക്ഷേ അതുപോലെ ആ സ്റ്റേജ് വിറപ്പിച്ചിട്ട് അവസാന ഘട്ടത്തിൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ ഒരു സീക്വൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ ഒരു നാടകത്തെ എങ്ങനെ പ്രണയിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലൂടെ തന്നെ ഒരുപാട് ആൾക്കാർ പഠിക്കേണ്ട കാര്യം. സതീഷ് സംഗമിത്ര സംവിധാനം ചെയ്ത് സുനി വടമ രചിച്ച ഒരു നാടകമാണ്. നല്ല കോമഡി, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവം, വളരെ മനോഹരമായിട്ട് കോമഡിയും ചെയ്യും. ആ ഒരു ഭീകര രൂപത്തിനുള്ളിൽ നല്ല കോമഡി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു നാടകമാണ് നമ്മുടെ ഈ സ്നേഹപൂർവ്വം അച്ഛൻ എന്നുള്ളത്. നാടക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം PT 3 ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വി.ഒ. വർഗീസിൻ്റെ തിരക്കഥയിൽ അനിൽ കാരകുളം സംവിധാനം ചെയ്ത മാപ്പുസാക്ഷി, ഈ സ്നേഹത്തൂവലിൽ ജിൻഡോ ജെയിംസ് സംവിധാനം ചെയ്ത കുക്കു എന്നിവയാണ് PT അഭിനയിച്ച ടെലിഫിലിമുകൾ. PTക്ക് വരദാനമായി കിട്ടിയ ഒരു സവിശേഷതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യം. അത് തിരിച്ചറിഞ്ഞ് സ്ഫുടം ചെയ്ത് PTയിൽ ഉപയോഗപ്പെടുത്തിയത് സഹീർ അലി എന്ന അതുല്യ നാടക പ്രതിഭയായിരുന്നു. 1998 മുതൽ അഭിനയിച്ച എല്ലാ നാടകങ്ങളിലും അനൗൺസ്മെൻറ്റ് PT തന്നെയാണ് നിർവഹിച്ചിരുന്നത്. മികച്ച നടനായിരുന്നതിനൊപ്പം PT ഒരു നല്ല സംഘാടകനുമായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. നാടകസമിതിയുടെ ഏകോപനവും സഹപ്രവർത്തകരോടുള്ള കരുതലും സ്നേഹവും അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ അന്തിക്കൂട്ട് പോയി, എന്നാലും നമുക്ക് എങ്ങനെയും ജീവിക്കണമല്ലോ. ആളുടെ പഴയ ഓർമ്മകളും പഴയ നാടകത്തിന് പോയോടും ഇതൊക്കെ ഓർമ്മയിൽ എപ്പോഴും വരും. അത് ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് എടുക്കും എല്ലാ ദിവസവും. ഈ നാടകം അല്ലെന്നുണ്ടെങ്കിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു കഴിവ് അത് എനിക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനും സ്കൂൾ കാലയളവിൽ അതല്ലെന്നുണ്ടെങ്കിൽ കോളേജിലൊക്കെ ഞാനും കുറച്ച് ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് അപ്പച്ചൻ തന്ന ഒരു പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ട് ഒരു അവതരണം, അതല്ലെന്നുണ്ടെങ്കിൽ പ്രസന്റേഷൻ സ്കിൽസ്, ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു ജോലിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പ്രസന്റേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് സ്കില്ല്. അതെനിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേതൃപാഠവും. ഇപ്പൊ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാട്ടിലായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു തുറയിൽ ചെന്ന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ട്രെയ്റ്റ് പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ചെറിയ കാലത്ത് തന്നെ സ്കൂളിൽ തൊട്ട് തന്നെ അല്ലെന്നുണ്ടെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ ഇപ്പൊ കമ്പനി തന്നെ ഞാനിപ്പോ ഒരു ലീഡർഷിപ്പ് റോളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ആ ഒരു ക്വാളിറ്റി എന്നിൽ പരിപോഷിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അപ്പച്ചൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും വളരെയധികം ഞങ്ങളുടെ പ്രവൃത്തികളിലും അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു മാർഗദർശിയും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും ബ്ലെസ്സിങ്സും എല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. തിരക്കിട്ട ജീവിതത്തിനിടയിലും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ PT വ്യാപൃതനായിരുന്നു. തൃശൂർ വസുന്ധരയുടെ നേത്രാവതി എക്സ്പ്രസ് എന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ വച്ച് അടിയന്തര സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചു വന്ന സഹപ്രവർത്തകന് 25,000 രൂപ സ്ഥിരനിക്ഷേപം പൊളിച്ച് ആ വ്യക്തിയെ സഹായിച്ചതും പിന്നീട് അയാൾ പണം നൽകാതെ മുങ്ങിയതുമായ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വെണ്ണൂരിലെ ചാരായ ഷാപ്പ് നിരോധനത്തിനുള്ള പ്രക്ഷോഭ പരിപാടികളുടെ മുൻനിരയിൽ ശ്രീ PT തോമസ് സജീവമായിരുന്നു. വെണ്ണൂർ പള്ളി വികാരിയായിരുന്ന ഫാദർ ആൻ്റണി മഞ്ഞളി അപകടത്തെ തുടർന്ന് ശയ്യാവലംബിയായപ്പോൾ ഏതാണ്ട് 2 മാസക്കാലത്തോളം അദ്ദേഹത്തെ പരിചരിക്കാൻ PT ഒപ്പമുണ്ടായിരുന്നു. നാടകരുടെ ലൈഫ് ഇങ്ങനെയാണ്, അതിങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി നാടകം കളിക്കും. ചാപ്ലിൻ പറഞ്ഞ പോലെ മഴയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളി കരയുന്നത് മറ്റാരും കാണൂലല്ലോ. അതുകൊണ്ട് നന്ദി. ജീവിതത്തിൻ്റെ നടനവേദിയിൽ ആശിച്ച വേഷങ്ങളെല്ലാം ആടിത്തിമിർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അർഹിക്കുന്ന അംഗീകാരങ്ങൾ തേടിയെത്തിയില്ലെങ്കിലും മലയാള നാടകവേദിയിൽ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് അടയാളപ്പെടുകയും അനുഗ്രഹീതമായ ശബ്ദഗാംഭീര്യം കൊണ്ട് മുഴങ്ങി നിൽക്കുകയും ചെയ്ത അതുല്യനായ PT തോമസ്
എന്ന നാടകപ്രതിഭ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും ആ ദീപ്തസ്മരണകൾ മലയാള നാടക ചരിത്രത്തിൽ വെണ്ണക്ഷത്രമായി എന്നും വിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. സർഗസംഗീതമാ സനാതന സത്യമാ അർക്കചന്ദ്ര താരാപദങ്ങളിൽ അനാദികാല പ്രവാഹമാ പൂവിലും പുല്ലിലും പൂഴിപ്പരപ്പിലും വാണിടും പരബ്രഹ്മ തേജസേ വന്ദനം. പ്രണാമം പ്രണാമം വിശ്വസ്നേഹ പ്രണാമം പ്രണാമം വിശ്വസ്നേഹ പ്രണാമം.